ചെന്ന് കയറിയപ്പോൾ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടുള്ളവർ പറയും ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ചെറിയ പണികളൊക്കെ എടുപ്പിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് ബോക്സ് ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ട് അവരാണ് ഹെൽപ്പ് ചെയ്തത്. കുട്ടികളൊക്കെ നല്ല ചൊടിയും മെടുക്കൊക്കെ ഉള്ളവരായിട്ട് വളരട്ടെ അല്ലേ. വൈകിയുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ മാത്രമല്ല വീടിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ പെയിൻറ്റിങ്സ് തന്നെയായിരുന്നു. അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനില്ലാതെ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി കുറുമിയുടെ വിചാരം. ഡ്രോയിങ് റൂമിലും അതേപോലെ ഒരു ചുമര് നിറച്ച് ഇതേപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ് ആയിരുന്നു. അതേപോലെ വീട് നിറച്ചും നല്ല നല്ല ഡെക്കറേഷൻസും ഹാങ്ങിങ്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടായിരുന്നു വൈകിയുടെ. വൈകിക്ക് വേണ്ടി ഒരു പാർട്ടിയിലൊക്കെ ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂരാണ് വൈകിയുടെ വീട്. വൈകിയുടെ വെഡ്ഡിംഗ് ഒന്നുമല്ല, ചേച്ചിയുടെ വെഡ്ഡിംഗ് ആണെന്ന്. അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് സുന്ദരിയായിട്ട് പോകാനായിട്ട് ഒരുങ്ങാൻ പോവുകയാണ് വൈകിയുടെ ഇന്നത്തെ ലുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തോടെ തന്നെ. അപ്പോൾ മോർണിംഗിൽ താലികെട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലുക്കാണ് ചെയ്യുന്നത്. താലികെട്ടിന് നിങ്ങളിപ്പോൾ കണ്ട പോലെ വൈക വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കല്യാണത്തിന് നല്ല ഹെവി ലുക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സിൽക്ക് സാരിയാണ്. സാരി ഡ്രേപ്പ് ചെയ്യുന്നതിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു വൈകി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർ ബ്രഷ് വേണോ നോർമൽ മേക്കപ്പ് തന്നെ മതിയില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വൈകിക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എയർ ബ്രഷ് മേക്കപ്പ് എന്നുള്ളതും അതിൻ്റെ ചെയ്താലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വൈക ഒന്ന് സമ്മതിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈക അവിടെ എത്താനായിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. താലികെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി കുറേ നേരം വൈകയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് ആൾ വന്നത്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. മോഡലിങ്ങിൽ നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ് വൈക. അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാഷൻ ഷോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞിട്ട് വൈകിനെ വെച്ചിട്ട് ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ഇതേവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല ബ്രൈറ്റ് യെല്ലോ കളറായിരുന്നു വൈക ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാരി. അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മെറൂൺ കളറിലുള്ള ജ്വല്ലറിയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിൽക്ക് സാരിക്ക് ഇതേപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജ്വല്ലറി ഒപ്പം സ്റ്റൈൽ ചെയ്യാന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ സിൽക്ക് സാരി ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ട്രഡീഷണൽ ജ്വല്ലറി ടെമ്പിൾ കളക്ഷനൊക്കെയാണ് പെയർ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ സിൽക്ക് സാരിയിലേക്ക് നോർത്ത് ഇന്ത്യൻ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. ഹെയർ സ്റ്റൈല് വൈകിക്ക് ഭയങ്കര നിർബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ഓപ്പൺ ഹെയർ തന്നെ കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി വേണ്ട, അത് കംപ്ലീറ്റ് ആയിട്ടും വൈകിയുടെ റിയൽ ഹെയറിലുള്ള സ്റ്റൈലിംഗ് വേണ്ട, എക്സ്റ്റൻഷൻ വെച്ചിട്ട് തന്നെയുള്ള സ്റ്റൈൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കേളി ഹെയർ എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്തത്. ഫ്ലവർ സെറ്റിങ്ങിന് മുല്ലപ്പൂ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഹെയർ എക്സ്റ്റൻഷൻ പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്കിൽ വരുന്നുണ്ട്, ഫുൾ കളർഡ് വരുന്നുണ്ട്, ഹൈലൈറ്റഡ് വരുന്നുണ്ട്. ഒട്ടുമിക്ക പേർക്കും കൂടുതൽ ഇഷ്ടം ഹൈലൈറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാനാണ്. കുറേ പേർക്ക് ഹെയർ കളർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല, ഹസ്ബൻഡ് സമ്മതിക്കില്ല, പിന്നെ ഹെയർ ഡാമേജ് വരുമോ എന്നുള്ള ഒരു പേടി, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഹെയർ കളറിങ് ചെയ്യാതെ ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനെ എക്സ്റ്റൻഷൻ വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫംഗ്ഷൻ കഴിയുമ്പോൾ സംഭവം ഊരി വെച്ചാൽ മതിയല്ലോ, അന്നത്തെ ദിവസം നമുക്ക് തിളങ്ങുകയും ചെയ്യാം. ഒരു മെർമെയ്ഡ് സ്റ്റൈലിലുള്ള സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നു വൈകിക്ക് വേണ്ടിയിരുന്നത്. ജ്വല്ലറിയിൽ ചോക്കർ കൂടാതെ ഒരു ലോങ് ചെയിൻ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ഹെവി ജുംക്ക, അതിന് മാച്ചായിട്ടുള്ള ചുട്ടിയും വൈകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹിപ്പ് ചെയിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജ്വല്ലറി നല്ല ഹെവി ആയതുകൊണ്ട് ഹിപ്പ് ചെയിനും നല്ല ഹെവി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ റെൻ്റൽ ജ്വല്ലറിയാണ് ഹിപ്പ് ചെയിൻ. ടെമ്പിൾ കളക്ഷനിലാണ് വരുന്നത്. പക്ഷേ മെറൂൺ സ്റ്റോണും ബീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ജ്വല്ലറിക്കും സംഭവം മാച്ചായി പോയിക്കോളും. പക്ഷേ ഒരു അക്കിടി പറ്റിയത് വൈക ഇതിന് മാച്ചായിട്ടുള്ള വളകൾ കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം ആ നേരത്ത് ഒരുപാട് തപ്പിയിട്ടും കിട്ടിയില്ല. ഇതൊരുപാട് വീട്ടിൽ സംഭവിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും, പക്ഷെ അത് എവിടെ പോയി എന്നുള്ളത് പിന്നെ മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. വള തപ്പുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ണിൽപ്പെട്ടത്. ഈ കാണുന്ന ഡ്രസ്സ് മുഴുവൻ വൈകിയുടെ അച്ഛൻ്റേതാണ്. ഈ ഒരു ടൈപ്പിലുള്ള ഡ്രസ്സുകൾ മാത്രമാണ് വൈകിയുടെ അച്ഛൻ ഇടുള്ളൂ. കേട്ടപ്പോൾ കുറച്ച് അത്ഭുതം തോന്നി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു, സ്വാഭാവികം മാത്രം. അപ്പോൾ ഇതാണ് വൈകിയുടെ കംപ്ലീറ്റ് ലുക്ക്. വളകളില്ലാത്തത് വലിയൊരു കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല. ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് പോയിട്ട് വളകൾ വാങ്ങാനും പറ്റില്ല. അപ്പോൾ ബാക്കി എല്ലാതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ടൈം വളകൾ തപ്പാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നായപ്പോൾ മോർണിംഗിൽ താലികെട്ടിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന
കൊണ്ടുവന്ന ആ ഒരു ബ്ലൂ വളകൾ തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു വൈക. വേറെ നിവൃത്തിയൊന്നുമില്ല. നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള മേക്കപ്പാണ് വൈകയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലുക്കൊക്കെ വൈകയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൂട്ടിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ മനസ്സ് നിറച്ച് വളകളായിരുന്നു. അപ്പോൾ ഉള്ള നേരമൊക്കെ ഞങ്ങൾ വളകൾ തപ്പി നോക്കി, പക്ഷേ കിട്ടിയില്ല. ചേച്ചിയുടെ കസിൻസിൻ്റെ ഒക്കെ കല്യാണം വന്നാലാണല്ലേ അനിയത്തിമാർക്ക് ഇതേപോലെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുക. അതും സ്വന്തം ചേച്ചിയുടെ കല്യാണമാകുമ്പോൾ പിന്നെ പറയണ്ട, നമുക്ക് മാക്സിമം ഷൈൻ ചെയ്യാൻ പറ്റും. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ അത് സ്റ്റൈൽ ചെയ്യുന്ന രീതിയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുവരികയാണെങ്കിൽ നല്ല കീട്ടു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ജ്വല്ലറി സെലക്ഷൻ, ഹെയർ സ്റ്റൈലിൻ്റെ സെലക്ഷൻ, ഫ്ലവർ സെറ്റിങ്, എല്ലാത്തിലും ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള വെറൈറ്റി കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.